വിശദമായ വാർത്തകൾ നോക്കാം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് 31 വിദ്യാർത്ഥികൾക്ക് പഠനവിലക്ക്. 19 പേർക്ക് 3 വർഷവും 12 പേർക്ക് 1 വർഷവുമാണ് വിലക്ക് ഏർപ്പെടുത്തുക. അതേസമയം കേസിൽ ഒരാൾ കൂടി കീഴടങ്ങിയതോടെ പിടിയിലായവരുടെ എണ്ണം 11ആയി. 4ാം വർഷ BVSC വിദ്യാർത്ഥി അമീൻ അക്ബർ അലിയാണ് ഇന്നലെ കീഴടങ്ങിയത്. 7 പേരെയാണ് ഇനിയും പിടികൂടാനുള്ളത്. ഇവർ ഉടൻ പിടിയിലാകുമെന്നും കേസിൽ 1 മാസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാനുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കമെന്നും അറിയുന്നു. വയനാട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കോളേജ് അധികൃതർക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ്. ക്യാമ്പസിൽ ആൾക്കൂട്ട വിചാരണയും ക്രൂരമർദ്ദനമേറ്റി ഇറങ്ങിയിട്ടും പോലീസ് ഇടപെടും വരെ ആഭ്യന്തര അന്വേഷണം നടത്താനോ വിഷയം റിപ്പോർട്ട് ചെയ്യാനോ ഹോസ്റ്റൽ വാർഡന്റെ ചുമതലയുള്ള ഡീൻ തയ്യാറായിട്ടില്ല. സംഭവം അറിഞ്ഞില്ലെന്ന വാദം കളവാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസം 15-നാണ് 2ാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ ക്യാമ്പസിനകത്ത് ക്രൂരമർദ്ദനത്തിനിരയായത്. 18-ാം തീയതി ഹോസ്റ്റലിലെ ശുചിമുറിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തുന്നതുവരെ വിവരം കുടുംബത്തെയോ പോലീസിനെയോ അറിയിക്കാൻ അധികൃതർ തയ്യാറായില്ല. മരിച്ചതിനുശേഷം 4 ദിവസം കഴിഞ്ഞാണ് കോളേജിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ പോലും അധികൃതർ തയ്യാറായത്. അതും മരണത്തിലെ ദുരൂഹത ചൂണ്ടിക്കാട്ടി പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിനു ശേഷം മാത്രം. ക്രൂരമായ റാഗിംഗ് നടന്നുവെന്നറിഞ്ഞിട്ടും ഇത് പതിവാണെന്ന മട്ടിൽ കോളേജ് അധികൃതർ എല്ലാം മൂടിവെച്ചതാണ് സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ചത്. സംഭവം അറിഞ്ഞിരുന്നില്ലെന്നാണ് വിശദീകരണം തേടി സബ് രജിസ്ട്രാർക്ക് ഡീൻ നൽകിയ മറുപടി. പലർക്കുനേരെയും വധഭീഷണി അടക്കമുയർന്നിട്ടും അവർക്ക് സുരക്ഷയൊരുക്കാനോ ധൈര്യം പകരാനോ കോളേജ് അധികൃതർ തുനിഞ്ഞില്ല. ഫലത്തിൽ കോളേജ് അധികൃതരുടെ മൗനം വെറ്ററിനറി കോളേജിനെ കുറ്റകൃത്യങ്ങളുടെ ക്യാമ്പസായി മാറാനിടയാക്കിയെന്നാണ് ആരോപണം. മുൻപ് ഇവിടെ നടന്ന സമാന സംഭവങ്ങളിലും അന്വേഷണം വേണമെന്നും ക്രിമിനൽ വിദ്യാർത്ഥികളോടൊപ്പം അവർക്ക് കൂട്ടായി നിന്ന കോളേജിലെ അധികൃതർക്കെതിരെയും നടപടി വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 വയനാട്. സിദ്ധാർത്ഥന്റെ മരണത്തിന് ഉത്തരവാദികളായ എല്ലാവരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൂക്കോട് വെറ്റിനറി കോളേജിലേക്ക് മാർച്ച് നടത്തി. പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി. അതേസമയം കോട്ടയത്ത് പ്രവർത്തകർ KSU പ്രവർത്തകർ നൈറ്റ് മാർച്ചും നടത്തി. കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിലായിരുന്നു മാർച്ച് നടത്തിയത്. മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു.